തൊണ്ടി മുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി എന്നുള്ള വാർത്തയാണ്. കേസിൽ ആന്റണി രാജു വിചാരണ നേരിടണം എന്ന് പറയുകയാണ് സുപ്രീം കോടതി. 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണം. ബൽറാം നെടുങ്ങാടി ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, അതിൻ്റെ ഒരുപാട് നാടകീയമായ സംഭവങ്ങൾ കോടതി വ്യവഹാര വഴിയിൽ കണ്ടു. അതിൻ്റെ CT രവികുമാറിന്റെ ബെഞ്ചിൽ നിന്ന് മാറ്റാനാണോ എന്ന് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് കോടതി മുറി ഉള്ളിൽ ചോദ്യം കേട്ടു. അങ്ങനെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് നാടകീയ സംഭവങ്ങളൊക്കെ കണ്ടതാണ് ഡൽഹിയിലെ ഈ കേസിൻ്റെ പരിഗണന വഴി. ഇതിൻ്റെ വിധി പ്രസ്താവത്തിൻ്റെ വിശദാംശങ്ങൾ എപ്പോൾ ലഭ്യമാകും ബൽറാം? ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഒട്ടേറെ നാടകീയമായ, രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒരു കേസാണ് ആന്റണി രാജു ഉൾപ്പെട്ട ഈ തൊണ്ടിമുതൽ കേസ് എന്നുള്ളത്. കാരണം രാഷ്ട്രീയ നേതാവാണ്, അല്ലെങ്കിൽ ഈ കേസ് വീണ്ടും ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം സംസ്ഥാനത്ത് മന്ത്രിയാണ്. ഒപ്പം തന്നെ മുൻപ് അഭിഭാഷകനായിരുന്ന ഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 34 വർഷം മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കേസാണ്. കൂടാതെ കോടതിയിലെ തൊണ്ടിമുതൽ മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ശ്രദ്ധേയമായ ഒരു കേസ്. ഇതിന്റെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടെ സുപ്രീം കോടതിയിലും ഒട്ടേറെ നാടകീയ സംഭവങ്ങൾ, വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘട്ടത്തിലും ഒരു ഭീഷണിയായി കഴിഞ്ഞ 30 വർഷത്തോളമായി ഈ കേസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഈ കേസിൽ എന്തായാലും ആന്റണി രാജുവിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അതിൽ വിചാരണ പൂർത്തിയാക്കണം എന്ന ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ നടപടികളിൽ തെറ്റില്ല എന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കേസിലെ പ്രതികൾ വരുന്ന ഡിസംബർ 20-നോ അല്ലെങ്കിൽ അടുത്ത കോടതി പ്രവൃത്തി ദിനത്തിലോ ഹാജരാകണം എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ കൂടി തന്നെ ഈ ഉത്തരവിന്റെ പൂർണ്ണ രൂപം പുറത്തു വരും. അത് ഇന്ന് വൈകിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ദിനം തന്നെയായിരുന്നു ഇന്ന്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ 30 വർഷത്തോളം ഭീഷണിയായി നിലനിന്ന ഒരു കേസിലാണ് ഇത്തരത്തിൽ വിചാരണ നേരിടണം എന്ന ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം മന്ത്രിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ഭീഷണി തന്നെ, അദ്ദേഹത്തിന്റെ രാജി ആവശ്യം ഉയരുന്ന അല്ലെങ്കിൽ രാജിവെക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ 1990-ൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആണ് ഈ കേസിന്റെ ആധാരം എന്നുള്ളത്. ആ ഘട്ടത്തിൽ ആന്റണി രാജു ജൂനിയർ അഭിഭാഷകനായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അദ്ദേഹം അടിവസ്ത്രത്തിൽ ഹാഷിഷുമായി എത്തിയ ഒരു ഓസ്ട്രേലിയൻ പൗരൻ, സാൽവദോർ സാർലി എന്ന ഓസ്ട്രേലിയൻ പൗരനെ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് വിചാരണ കോടതി, വഞ്ചിയൂർ കോടതി ഇയാളെ 10 വർഷത്തേക്ക് ശിക്ഷിക്കുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ നൽകുന്ന അപ്പീൽ, അത് ആന്റണി രാജുവിന്റെ സീനിയറായ അഭിഭാഷക സെലിൻ വിൽഫ്രഡ് ആണ് ഈ വിദേശ പൗരന് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ കേസിൽ പിന്നീട് തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചു എന്നും തുടർന്ന് ഈ തൊണ്ടിമുതൽ കോടതിയിൽ ഹാജരാക്കിയ തൊണ്ടിമുതൽ ഈ വിദേശ പൗരന് പാകമാകില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ല എന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ, വിദേശ പൗരനെ, കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കുകയായിരുന്നു ഹൈക്കോടതി. എന്നാൽ ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയമോഹൻ ഈ കേസിൽ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചതാണ് എന്ന് കണ്ടെത്തുകയും തുടർന്ന് ഇക്കാര്യത്തിൽ വഞ്ചിയൂർ പോലീസ് 1994-ൽ കേസ് എടുക്കുകയുമായിരുന്നു. ഏതാണ്ട് 16 വർഷത്തോളം പിന്നീട് ഈ കേസ് യാതൊരു തരത്തിലുള്ള വിചാരണയും നടപടിയും ഇല്ലാതെ ഇരുന്ന കേസ് പിന്നീട് പരിഗണനയ്ക്ക് വരുന്നത് 16 വർഷങ്ങൾക്ക് ശേഷമാണ്. ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ആന്റണി രാജു അതിനെതിരായി സുപ്രീം കോടതിയെ സമീപിക്കുകയുമായിരുന്നു. ഈ കേസിന്റെ സുപ്രീം കോടതിയിൽ എത്തുന്ന വേളയിൽ തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിലും കടുത്ത വിമർശനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആന്റണി രാജുവിനെ ഒപ്പമാണോ സംസ്ഥാന സർക്കാർ നിൽക്കുന്നത് എന്ന വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം ഈ കേസിൽ വസ്തുതാപരമായി ആന്റണി രാജുവിന് എതിരാണെന്നും നിയമപരമായി ആന്റണി രാജുവിന് അനുകൂലം എന്ന നിലപാട്, ഒരു വിരുദ്ധമായ നിലപാട് സംസ്ഥാനം സ്വീകരിച്ചതാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. എന്നാൽ നേരത്തെ സമർപ്പിച്ച സത്യവാങ്മൂലം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്, ആ നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് എന്ന് പിന്നീട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയായിരുന്നു. തുടർന്നാണ് കടുത്ത നടപടികളിലേക്ക് വരെ
പോകാൻ കോടതി തയ്യാറാകും എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ കേസിലെ വാദം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായത്. ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ, വസ്തുത എന്താണ് എന്നറിയാൻ ഏതറ്റം വരെയും പോകാൻ കോടതി തയ്യാറാകും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും CBI അന്വേഷണത്തിന് വരെ ഉത്തരവിടാൻ കോടതിക്ക് കഴിയും എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇത് CBI അന്വേഷണത്തിന് വരെ പോയേക്കുമോ എന്ന സംശയം ഉയർന്നിരുന്നു. എന്തായാലും ഇന്ന് ആ കേസിന്റെ ഉത്തരവ്, സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഇതിൽ വിചാരണ നേരിടണം ആന്റണി രാജു എന്നാണ് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു വർഷത്തിനകം ഈ വിചാരണ പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അടുത്ത മാസം ഡിസംബർ 20 അല്ലെങ്കിൽ മുൻപുള്ള പ്രവൃത്തി ദിവസമോ ഈ കോടതിയിൽ ഹാജരാകണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ പൂർണ്ണരൂപം ലഭ്യമാകും. ഹാഷ്മി, ആന്റണി രാജു വിചാരണ നേരിടണം, അടുത്ത മാസം 20 വിചാരണ കോടതിയിൽ ഹാജരാവണം, ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നൊക്കെ കോടതി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഇത് തെളിവിലെ ഒരു കൃത്രിമമൊക്കെ ആയതുകൊണ്ടാവണം സുപ്രീം കോടതി വലിയ ഗ്രാവിറ്റിയിൽ ആ കേസിനെ കണ്ടു എന്നുള്ളത്. ഇതിൻ്റെ ഈ അപ്പീൽ പരിഗണിക്കുന്ന ഓരോരോ കാലയളവിൽ സുപ്രീം കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനങ്ങൾ പലതും നമ്മൾ കണ്ടു. അത്രത്തോളം ഗ്രാവിറ്റിയിൽ ആ കേസ് പരിഗണിച്ചു കോടതി. ലഹരി കേസിലകപ്പെട്ട ഒരു വിദേശ പൗരനെ രക്ഷിച്ചെടുക്കാൻ തൊണ്ട് മുതലായ ഈ വിദേശ പൗരൻ്റെ അടിവസ്ത്രം മാറ്റി അത് അയാൾക്ക് ചേരാത്തൊരു അടിവസ്ത്രം വെച്ചുകൊണ്ട് തെളിവിൽ കൃത്രിമം നടത്തി എന്നുള്ളതാണ് ആന്റണി രാജുവിനെതിരായ കേസ്. ആ കേസിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ദീർഘവർഷങ്ങൾക്കിപ്പുറം വിചാരണ നേരിടണം ആന്റണി രാജു എന്ന് പറയുന്നത്. ആന്റണി രാജു കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം, ആന്റണി രാജു ഇപ്പോഴും ഗതാഗത മന്ത്രിയായിരുന്നെങ്കിൽ ഉറപ്പായും മന്ത്രിസ്ഥാനം ഒഴിയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേനെ. മന്ത്രി അല്ലാത്തതുകൊണ്ട് ആ പ്രതിസന്ധി തൽക്കാലം ആന്റണി രാജുവിന് മുന്നിൽ